നമുക്ക് തഞ്ചാവൂരിലേക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്താലോ? എല്ലാ ദിവസവും രാത്രി 10:25 എറണാകുളത്തു നിന്ന് എടുക്കുന്ന കാരക്കൽ എക്സ്പ്രസ്സിലാണ് കേട്ടോ ഞങ്ങൾ പോയത്. സെക്കൻഡ് AC ഒരാൾക്ക് 920 ചാർജ് വരുന്നത്. രാവിലെ 9 മണിയാകുമ്പോഴേക്കും നമുക്ക് തഞ്ചാവൂർ എത്താനായിട്ട് പറ്റും. റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ഒരുപാട് ഓട്ടോസും ഷെയർ ഓട്ടോസും ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. സ്റ്റേ ഉണ്ടായിരുന്നത് പൊന്നി റെസിഡൻസിയിലാണ്. 1200 തൊട്ട് 1500 റേഞ്ചിൽ നമുക്ക് കംഫർട്ട് ആയിട്ടുള്ള റൂംസ് ഇവിടെ കിട്ടും. അങ്ങനെ ഫ്രഷ് ആയിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങിയിട്ടോ. അമ്പലത്തിനടുത്ത് തന്നെ നല്ല നീറ്റ് ആയിട്ടുള്ള ടേസ്റ്റി ഫുഡ് കിട്ടുന്ന ഒരുപാട് ഹോട്ടൽസ് ഉണ്ട്. ഫുഡ് കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ ഓട്ടോയിലാണ് തഞ്ചാവൂർ പാലസ് കാണാനായിട്ട് പോയത്. ഏകദേശം 1.5 കിലോമീറ്റർ ദൂരമായിരുന്നു ഉണ്ടായിരുന്നത്. ഒരാൾക്ക് 50 രൂപയാണ് എൻട്രി ഫീ വരുന്നത്. ഈ പാലസിന്റെ ഉള്ളിൽ തന്നെയാണ് ആർട്ട് ഗാലറിയും ബെൽ ടവറും ദർബാർ ഹാളും സരസ്വതി മഹൽ ലൈബ്രറിയും ഒക്കെ ഉള്ളത്. എല്ലാം ഈ ടിക്കറ്റിൽ ഇൻക്ലൂഡഡ് ആണ്. വൈകുന്നേരത്താണ് ഞങ്ങൾ തഞ്ചാവൂർ പെരിയ കോവിലിൽ പോയത്. ഈവനിങ് ചെറുതായിട്ട് മഴ പെയ്തുകൊണ്ട് തന്നെ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു അവിടെ. സന്ധ്യാസമയത്ത് കോവിലിൽ നെയ്തിച്ചോറുണ്ടായിരുന്നു കേട്ടോ. ഒരു പ്രത്യേക രുചി തന്നെയാണ് ഈ ഒരു പ്രസാദത്തിന്. കാർത്തിക ദിവസം പോയതുകൊണ്ട് തന്നെ അമ്പലത്തിൽ ആ രാത്രിയുള്ള നല്ലൊരു അടിപൊളി വ്യൂ കാണാനായിട്ട് സാധിച്ചു. തഞ്ചാവൂരിൽ ഫേമസ് ആയ തഞ്ചാവൂർ ബൊമ്മ കിട്ടുന്ന ഒരുപാട് ഷോപ്പുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഇതൊക്കെയാണ് ഒരു ദിവസം കൊണ്ട് നമുക്ക് തഞ്ചാവൂരിൽ കാണാൻ പറ്റുന്ന സ്ഥലങ്ങൾ.